ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് കുറച്ചുകൂടി പോസസീവ് ആയിരിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ കാര്യത്തിൽ ആൾ കുറച്ചുകൂടി പോസസീവ് ആയിരിക്കണം. ഇപ്പം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു അസൂയും കാര്യങ്ങളൊക്കെ ആൾക്ക് ഫീൽ ചെയ്യണം. ഒരു സ്വാർത്ഥതയൊക്കെ നമ്മുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരിക്കണം. സോ പല ആളുകളും ഇത്തരത്തിൽ പോസസീവ് അല്ലാത്തവരുണ്ട്. മേ ബി അവരായിരിക്കാം, പക്ഷെ പുറത്തു വല്ലാണ്ട് പ്രകടിപ്പിക്കാത്ത ആളുകൾ കൂടിയുണ്ട്. മറ്റു പലരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ പോസസീവ്നെസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ കുറച്ചുകൂടി പോസസീവ് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരോട് ഓപ്പൺ ആയിട്ട് പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. വലിയ രീതിയിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുക. ബിക്കോസ് അങ്ങനെ ആവുന്ന സമയത്ത് നോർമലി അവർക്ക് തന്നെ തോന്നി തുടങ്ങും, ഇവരിപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ അവളിപ്പോൾ എങ്ങോട്ടാ പോയത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആവുമ്പോൾ ചെറിയൊരു പോസസീവ്നെസ് വന്നുകൊണ്ടിരിക്കും. അതായത് ഇനിയിപ്പോൾ അവൾ എന്നെ വിട്ടു പോകുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പിന്നീട് ഒരു സംശയം എന്നുള്ള രീതിയിലേക്ക് വരില്ലേ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ പോസസീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരങ്ങനെ കുറച്ചൊക്കെ പോസസീവ് ആകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അപ്രിസിയേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പറയുക എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ അപ്രിസിയേഷൻ നൽകുക. ഫോർ എക്സാമ്പിൾ, അവർ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം പറയുക. അതായത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവര് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, നിന്നെ സൈറ്റ് അടിക്കാൻ തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. അതായത് അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപ്രിസിയേഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും കൂടെ വേണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ അപ്രിസിയേഷൻ നൽകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിന് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഫിഡൻസ് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. അതായത് നല്ല ഭംഗിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും മാച്ചായ രീതിയിലാണ് നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർ വിചാരിക്കുക ആള് ഭയങ്കരമായിട്ട് മാറിപ്പോയി. അതല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ മനസ്സിൽ ചിന്ത വന്നു തുടങ്ങും, ആള് നന്നായിട്ട് ആളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്ത് പറ്റി എന്നുള്ളത് കളി ചിന്തിക്കും. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. അതേപോലെ ചെറിയ രീതിയിലുള്ള പോസസീവ്നെസ് ആളിൽ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിക്കഴിഞ്ഞു. നോർമലി എല്ലാ ആളുകൾക്കും കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇഷ്ടമുള്ളത്. ഇപ്പോൾ മെൻസിനാണെങ്കിലും വുമൻസിനാണെന്നുണ്ടെങ്കിലും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സൺസിനോട് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. അതിപ്പോൾ ഏതൊരു കാര്യത്തിലും അവരെ കാണുന്ന ആ ഒരു, അതായത് അവരെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ആൾ കോൺഫിഡന്റ് ആണോ, നമുക്ക് ആളോട് പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടം എന്തായാലും ഫീൽ ചെയ്യും. അത് സ്വാഭാവികമാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ കുറച്ച് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറി എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നിങ്ങളോടുള്ള ഇഷ്ടം കൂടുമെന്ന് മാത്രമല്ല, ഒരു കുറച്ചൊരു പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ആൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജെന്യുവൻ ആയിട്ടുള്ള അഫെക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഒരു ഫിസിക്കൽ ടച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുടെ മനസ്സിലൊരു ഫീൽ വരും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിന്ത വരും, ഞാൻ ഇവളുടേതാണ് അല്ലെങ്കിൽ ഞാൻ ഇവന്റെയാണ് എന്നൊരു ചിന്ത വരും. അപ്പൊ അത് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആളുടെ കൂടെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആളെ ഇട്ടിട്ട് പോകുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒന്ന് അഡിക്റ്റഡ് ആയിട്ട് വരുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ ആൾ കുറച്ചുകൂടി പോസസീവ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ജെന്യുവൻ ആയിട്ടുള്ള അഫെക്ഷൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
അത് നിങ്ങൾ ഫീൽ ചെയ്യിപ്പിക്കുക. അതായത് ആ ഒരു പേഴ്സണിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടം ആള് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഇപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് നിങ്ങൾ പ്രകടിപ്പിക്കാൻ, ആളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് മാത്രമല്ല, ഇതേപോലെ തന്നെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫുൾ ടൈമും നിങ്ങൾ ആൾക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കണം എന്നുള്ളതല്ല, അവൈലബിൾ ആവണം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. എങ്കിലും നിങ്ങൾ കുറച്ചൊക്കെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ചെയ്യുക, നിങ്ങളുടെ കാര്യത്തിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ മനസ്സിലേക്ക് കുറെ ചിന്തകളൊക്കെ വന്നു തുടങ്ങും. ചിന്തകൾ വന്നു തുടങ്ങുന്നത് മാത്രമല്ല, അത് നിങ്ങളിലേക്ക് കുറച്ചുകൂടി അട്രാക്റ്റഡ് ആക്കാനായിട്ട് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ കുറച്ചുകൂടി പോസസീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും, പക്ഷെ എന്തായാലും വരും. ഒരാളുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും പോസസീവ്നെസ് ഒക്കെ ഇവിടെ വരും, സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം കുറച്ചൊന്ന് കൂട്ടാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. നിങ്ങളോട് കുറച്ചൊക്കെ ഒരു ഇഷ്ടക്കൂടുതൽ വന്നു കഴിയുമ്പോൾ ഒരു സ്വാർത്ഥതയും മീൻസ് പോസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവരുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.